അന്നേരം ഞങ്ങൾ അത്യാവശ്യം എല്ലാ സാധനവും കയ്യിലാക്കിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ? അതെ അതെ, നോക്കിയേ, ഒരു വീട്ടിൽ വന്ന് അവിടുത്തെ സകല സാധനങ്ങളും അരിച്ചു പെറുക്കി ഞങ്ങള് പോവാ. അപ്പൊ കാറ്റടിക്കുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാടും. പിന്നെ പേടിക്കും അല്ലേ? അല്ല, പന്നി പേടിച്ചു പോകുന്ന 2 ദിവസം പേടിയുണ്ട്, പിന്നെ 3-ാം ദിവസം ഇതിന്റെ കീഴെ കൂടെ അല്ലേ പോകുന്നത്. കടത്തേക്ക് പിടിച്ചു ടോപ്പിലേ പേരെന്തായിരുന്നു? മാങ്കോസ്റ്റി. മാങ്കോസ്റ്റിൻ പൊട്ടിക്ക് വള്ളി. ആ, ഇനി ജസ്റ്റ് പിടിച്ചാ അമർത്തിയാൽ മതി. ഓ, അന്നേരം സൈഡെല്ലാം പൊട്ടി വരും. എന്നിട്ട് നമുക്ക് അതിന്റെ ഫ്ലഷ് എടുത്ത് കഴിക്കാം. ഓക്കെ. ഇതാണ് റെഡ് ലേഡി പപ്പായ. ഇങ്ങനെ കൊല പോലെ നമുക്ക് താഴെ നിന്ന് മുന്തിരിക്കൊല പോലെ പറിച്ചെടുക്കാം. ഒരുപാടുണ്ടല്ലേ? ആ, ഇതിങ്ങനെ വെളിയിൽ നിന്ന് പഴുത്ത് അകത്തോട്ടാ പോകുന്നത്. ഇത് മറ്റേ പപ്പായ പോലെ പിന്നെ അളിഞ്ഞു പോകത്തില്ല. ഓ, അങ്ങനെയുണ്ട്. നല്ല കട്ടിയാണ്. അകത്ത് റെഡ് കളർ ആയിരിക്കും. നല്ല കട്ടിയായിട്ട് നമുക്ക് എടുക്കാം. കലക്കി വിട്ടോ? പാറ ഉറവയിൽ വരുന്ന വെള്ളമാണ്. ഈ സ്ഥലത്തിന് നീർക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് 2 മലയാ. 2 മലയുടെ ഇടുക്കിന്ന് പാറ ഉറവയുണ്ട്. ഉറവയെന്ന് വരുന്ന വെള്ളമാണ് ഈ ചാല് വരുന്ന വെള്ളമാണ്. ഓക്കെ, അതാണ് ഈ മീൻകുളത്തിൽ ഇത്രയും വെള്ളം കിടക്കുന്നത്. വെള്ളം കിടക്കുന്നത് പിന്നെയും പറിച്ചോണ്ടിരിക്കുവല്ലേ? ആ, കൊറേ ആയില്ലേ? അത് പഴുത്തിയാ നല്ലത്. ആ, പോട്ടെ. ഓ, അതുകൊണ്ടാ അങ്ങനെ പറയുന്നില്ലേ? നമ്മൾ രുചി കൊണ്ടല്ല, ഈ തൊപ്പി ഉണ്ടാകണ്ടല്ലേ? ആ തൊപ്പി ഒന്ന് കാണിച്ച വിനീഷേ. ആണോ? ആ, അതാണ്. സമ്മിശ്ര കൃഷിയാണ് മൊത്തം ചെയ്തേക്കുന്നത്. ആ, അതായത് എല്ലാ കൃഷികളും മൊത്തം റബ്ബറായിരുന്നു. മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് നമ്മള് നമ്മുടെ ഈ അടയ്ക്കാമരം, ഡ്രാഗൺ ഫ്രൂട്ട്സ് ഐറ്റം മൊത്തം വെച്ചേക്കും. അല്ല, അത് കോവലിന്റെ ഇതായിരുന്നു. അത് മഴ സമയത്ത് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. മഴമറ. നമുക്ക് ഓരോന്ന് കണ്ടു പോയാലോ? അതെ, നമുക്ക് ഓരോന്ന് കണ്ടു പോയാലോ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഇഞ്ചി അല്ലേ? ഇത് ഇഞ്ചി. ഇത് ഇങ്ങനെ ഇഞ്ചി ചട്ടിക്കകത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാല് കേട് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് കേടധികം വരത്തില്ല. ഇഞ്ചി അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചട്ടിയിൽ എടുത്ത് മാറ്റാം. ഇവിടെ എല്ലാം അങ്ങനെ തന്നെ. ഡ്രാഗൺ ഫ്രൂട്ട് വരുന്ന കായാണോ? ഇന്നലെ ഉണ്ടായ പൂവാണ്. അത് പൂ ഉണ്ടായിട്ട് 1 മാസം കഴിയുമ്പോൾ നമുക്ക് കാ പറിക്കാം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? പൂ വന്ന 1 മാസമുള്ളിൽ കായ കിട്ടും. ഇത് മഞ്ഞ കളറാണോ? അത് നമ്മുടെ പ്യൂർ തായ്ലാൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടേക്കുന്നത്. അതിനേ ഉള്ളൂ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഇച്ചിരി അധികം മധുരമുള്ള അത് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം മധുരം കുറവാണ്. ഭയങ്കര സ്വീറ്റ് എന്ന് പറയാൻ വേണ്ടി ചെറിയ പുളിയും മധുരം കൂടെ. റബ്ബർ വെട്ടിക്കളയാനുള്ള കാരണം എന്താണ്? റബ്ബർ നമുക്കിപ്പം വെട്ടുകാരെ കിട്ടാനില്ല. പിന്നെ അതുപോലൊക്കെയുള്ള പ്രശ്നം കാരണം റബ്ബർ മാറ്റി ഇതുപോലെ കൃഷി ചെയ്യാന്ന് വിചാരിച്ചു. അടയ്ക്കാൻ ഇതാകുമ്പോൾ പല ഒരു മാസത്തിലെ വർഷത്തിൽ നമുക്ക് പല അതിനുള്ള ആദായങ്ങൾ കിട്ടും. കോഴിയുണ്ടോ? ആ, കോഴിയുണ്ട്. 380. ഇത് അതിന്റെ തയ്യാണ് ഇരിക്കുന്നത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തയ്യാ. ഇത് നമ്മളിവിടെ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആൾക്കാർ വരുന്നുണ്ടോ? ആ, കുറച്ചൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. കോഴി ഇടുവോ അതോ? മുട്ടക്കോഴിയാ. ഇവിടെ ഒരു കുളം ഉണ്ടല്ലേ? നമുക്കിവിടെ 4-5 കുളമുണ്ട് താഴെ. അവിടെ എന്തുവാ? അത് കൃഷിയുടെ മറ്റേ നമ്മുടെ തുമ്പ ആയുധങ്ങളൊക്കെ വെക്കാനുള്ള വളം കൊണ്ട് വെക്കാനുള്ള. ഇത് ഫുൾ ഓൺ പ്രോപ്പർട്ടി ആണോ അതോ നമ്മുടെ സ്വന്തം? നല്ല രസമാട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി. മഴയുടെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. എടാ, എല്ലാരും നിരനിരയായിട്ട് വരുന്നുണ്ടോ? അടുത്ത കാണാൻ പോകുന്ന മീൻകുളം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അവിടെ കുറെ കൃഷിയൊക്കെ ഉണ്ട്. അന്നേരം അതിന്റെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കണ്ടുവിട്ട് വരാം. കുരുമുളക്. ഇത് നമ്മുടെ ETC കൊട്ടാരക്കര കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ETC. അത് 3-ാം വർഷം കായ്ക്കുന്ന കുറ്റിപ്പറങ്കാവ്. ഇത് 3-ാം വർഷം കായ്ക്കും. കായ് പിടിച്ചായിരുന്നോ? ഇതിനകത്ത് പിടിച്ചു. ഇതിപ്പോ 4-5 വർഷമായതാ. ഇത് മക്കോട്ട ദേവ ഷുഗറിന് വേണ്ടിയുള്ള. പക്ഷെ ഇത് കാ കാണാൻ നല്ല രസമാണ് പഴുത്താലേ. നേരിട്ട് കഴിക്കരുത്. ആ പഴം നേരിട്ട് കഴിക്കില്ലേ, വയറിനകത്ത് പ്രശ്നം ഉണ്ടാവും. ആ പഴത്തിന്റെ അത് നമ്മൾ ആ തൊലി അതില്ലേ തോട്, ആ തോട് അരിഞ്ഞുണക്കി അതിന്റെ ആ തോട് നമ്മൾ വെള്ളത്തിയിട്ട് 2-3 അല്ലി വെള്ളത്തിയിട്ടിട്ട് തിളപ്പിച്ച് കുടിക്കണം. എന്നാൽ ഷുഗർ കുറയുമെന്നാ പറയുന്നത്. കുരുമുളക് കുടിക്കുന്നുണ്ട്.
പറങ്കാവെ കുരുമുളക് ഇട്ട പ്രയോജനം. ഇങ്ങനെ നമ്മൾ കുരുമുളകിന് വേണ്ടി പൈപ്പ് ഇടണ്ട, കോസ്റ്റ്ലി ആവത്തില്ല. രണ്ട് വളവ് കിട്ടും നമുക്ക്. പറങ്കി കശുവണ്ടിയും കിട്ടും കുരുമുളകും കിട്ടും. അത് കൊള്ളാം കേട്ടോ. ആ പറങ്കി അതിനകത്ത് ഇട്ടേന്നുണ്ടോ? പിന്നെ തേനീച്ച ഉണ്ടല്ലോ ഇവിടെ, ചെറുതേനീച്ച. ഓക്കെ തേൻ കിട്ടുമോ? തേനുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്റ്റാൻഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓ ഇങ്ങനെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്യൂബാണ്, ട്യൂബ് വെച്ചിട്ട് നമ്മൾ 7 അടി ഒരു ഇത് മേടിക്കുക. അതിനകത്ത് ടയർ ഇടാനുള്ള മേളി വെച്ചേക്കുന്നത്. നമ്മുടെ ബൈക്കിന്റെ ടയർ അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ വന്ന് മറിഞ്ഞാലേ നമുക്ക് അതിനകത്ത് കാവ് എടുത്തുള്ളൂ. നല്ല വിലയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ കൊടുക്കുമ്പോൾ 130 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കിലോയ്ക്ക്. അന്നേരം കുഴപ്പമില്ല. സൈഡായിട്ട് എല്ലാം പോകൂല. അത് മഞ്ഞള്, ഇതെല്ലാം മഞ്ഞള്. അങ്ങോട്ട് പോകും. ഇതെല്ലാം ശരിക്കും കൃഷി തുടങ്ങിയതാരാ? അച്ഛനാണ്. അച്ഛൻ 19ാമത്തെ വയസ്സിൽ കൃഷി തുടങ്ങിയത്. ഇവിടെ നേരത്തെ നെൽവയലായിരുന്നു. അപ്പൊ നെല്ല് കൃഷിയൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറ്റി കിട്ടിയത്. അവിടെ എല്ലാം റെഡ് ലേഡി പപ്പായ ആട്ട് വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ചവിട്ടി പറഞ്ഞേ. ഇത് പച്ചമുളക് ഉണ്ടമുളക് കൃഷി. എല്ലാം അച്ഛൻ തന്നെ ചെയ്യുന്നല്ലേ? ഉണ്ടമുളക് കൃഷിയായി. ഇതെല്ലാം ഉണ്ടമുളക് കൃഷിയാണ്. ഇവിടെ നീരോറവായിക്കൊണ്ടില്ലേ ഇങ്ങനെ വെള്ളം കിടക്കുന്നു? മക്കോട്ട ദേവാ, കാവടിച്ച് കിടക്കുന്നുണ്ടോ? താമരക്കുളവ്, ലക്ഷ്മി താമര. ഇതിനകത്ത് നമ്മള് ലക്ഷ്മി താമര ടൈപ്പ് താമര മട്ട വന്നിട്ടുണ്ട്. ഒത്തിരി അതുള്ളതാ. ഇതെല്ലാം നട്ടയാണോ തന്നെ അല്ല നമ്മള് മേടിച്ചോട്ടാ. അതിനകത്ത് വരാല് പിടിക്കുവോ? പിടിക്കും. വരാൽ പിടിക്കുമോ? കുളം തോണ്ട് അവിടെയും കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. ജാതിക്ക നടക്കുന്ന അവിടെ ജാതിക്ക. ഇതില് കായില്ല അല്ലേ? കായെല്ലാം തീർന്നല്ലേ? മാങ്കോസ്റ്റിയുണ്ട്. താഴെ പൊഴിഞ്ഞു വീഴും. ചിലപ്പോ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ബാക്കി ഇത് വീട്ടിൽ കാ പിടിച്ചായിരുന്നോ? വീട്ടിലെ ഇതുണ്ട്. മറ്റേത് ചെറിയ മരമാ, ഒരു തോനെയും വളർന്നിട്ടില്ല. പൊഴിഞ്ഞു വീഴുവല്ലേ? മയില്, മുള്ളംപന്നി. ഇവിടൊക്കെ മുള്ളംപന്നി ഉണ്ട്. മുള്ളു ചിലപ്പോ മുള്ളംപന്നിയുടെ മുള്ളു ഇവിടെ കിടപ്പുണ്ടായിരിക്കും. മുള്ളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കിടക്കും മുള്ളംപന്നി. മലയെണ്ണാനൊക്കെ ഇവിടെ വരും. ഇതും കുളമല്ലേ? ഇതും കുളവാ. നമ്മുടെ ഇത് അടയ്ക്കാൻ വരത്തിൽ നമ്മൾ കുരുമുളക് കയറ്റിയേക്കുക. നേരത്തെ നമ്മള് പറങ്കാവലല്ലേ കുരുമുളക്. നമ്മൾ അടയ്ക്കാൻ വരത്തിൽ നമുക്ക് ഇതൊക്കെ ലോ കോസ്റ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ. ഇപ്പോഴത്തെ ഹൈടെക് ടെക്നോളജി പറഞ്ഞാൽ PVC പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ വീടുകളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ വരുമോ പറങ്കാവോ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുരുമുളക് വളർത്തി, അതായത് രണ്ട് ആദായം എല്ലാം അടയ്ക്കാൻ വെച്ചേക്കുക. എനിക്കൊന്ന് അടയ്ക്ക ഉണങ്ങിയതിനാണ്ട് 1100 വിലയുണ്ടെന്ന്. അടയ്ക്കായ്ക്ക് 300, 250-300 കിലോയ്ക്ക് അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ആരോ പറയുന്നത് കേട്ടതാണ്. ഇല്ല അടയ്ക്കൊക്കെ എത്ര വിലയുള്ളൂ. അപ്പൊ ഈ കുരുമുളകിന് 600-700 വിലയുണ്ട് 1 കിലോയ്ക്ക്. അപ്പൊ ഇതാ നമുക്ക് പറങ്കാവാണേലും അടയ്ക്കാണേലും വർഷത്തിൽ നമുക്ക് ഇതുപോലെ ആകുമ്പോൾ 2 ആദായം കിട്ടും. ഒന്ന് കുരുമുളകിന്റെയും കിട്ടും, ഒന്ന് 2 അടയ്ക്കടയും കിട്ടും അല്ലേ? കുറെ ലാസ്റ്റ് ചെയ്യും ചെയ്യൂല്ലേ? ഒരുപാട് ഇവിടെ എല്ലാം ഉണ്ടേ. കിട്ടിയോ? ചിലപ്പോ മേളിൽ കാണും. കറുത്താണേ പറിച്ച നോക്കി. അല്ലാതെ കാണും. നോക്കിയേ. ഇല്ല, അത് പച്ചയാ. കറക്കണം. അല്ലെങ്കിൽ വെട്ടമൊക്കെ പോയി, ഇരുട്ടായി. അതാ നിക്കുന്നു കേട്ടോ. ഇന്ന് ബാക്കിലോട്ട് ചേട്ടാ, ബാക്കിലോട്ട് വന്നേ. ആ വാഴയുടെ അപ്പുറത്തോട്ട് നോക്കേ. പഴുത്തതാ അത്. ചൂട് ബാക്കിലോട്ട് കേട്ടോ. അതല്ലേ അതുമല്ല ആ വാഴയിലുണ്ടോ? താഴെ ഒരു വാഴ ഇരിക്കുന്നുണ്ടോ? ഇതോ? അതിന്റെ മേലോട്ട് നോക്കേ, തൊട്ട് മേളി. അത് ബ്രൗൺ. ബാക്കിലോട്ട് കേട്ടോ. കണ്ടില്ല അതല്ലേ? കണ്ടോ? അതുകൊണ്ട് അവിടെ ഉണ്ട്. ഇപ്പുറത്തറണം. എനിക്ക് ഉണ്ടെന്നേ. അതിനിടയ്ക്ക് നിൽക്കുന്നു, അവിടെ നിൽക്കുന്നുണ്ട്.
ഇതല്ലല്ലോ. തറയണ ചീത്തയാവോ? ഇല്ല അത്രയൊന്നും പച്ചയാണോ? തൊട്ടാ അറിയത്തില്ല. അതിനെക്കാട്ടി വലിയ താണ്ട് ഇവിടെ ഇരിക്കുന്നു വലുത് പറഞ്ഞോ. ആ ഇല്ല കാർത്തികേ പിടിച്ചു. ടോപ്പിലേ പേരെന്തായിരുന്നു? മാങ്കോസ്റ്റി. മാങ്കോസ്റ്റിൻ പൊട്ടിക്ക് വള്ളി. ആ ഇനി ജസ്റ്റ് പിടിച്ചാൽ അമർത്തിയാൽ മതി. ഓ അന്നേരം സൈഡെല്ലാം പൊട്ടി വരും പൊട്ടി വരും. എന്നിട്ട് നമുക്ക് അതിന്റെ ഫ്ലഷ് എടുത്ത് കഴിക്കാം. ഓക്കെ മാങ്കോസ്റ്റിൻ അങ്ങനെ ആയിക്കട്ടോ പോരെ. ഇങ്ങോട്ടൊരു കറുത്തത് ഞാൻ കണ്ടേച്ചാ പോയത് ചെറുതാ എവിടെ അത് വാങ്ങിക്കുന്നു. അത് തന്നെ. മൂന്ന് എടുത്തോ ബിനീഷേ. പിന്നെ തോന്നിക്കും ഒരു ചെറുതാ. എവിടെ അങ്ങോട്ട് പോട്ടെ. അങ്ങ് അപ്പുറത്ത് പോകണം. അതാണ് ഇവിടെ കുഞ്ഞൊരെണ്ണോ പക്ഷെ അതൊക്കെ നല്ലതാ തിന്നാൻ. കുഞ്ഞിതാ ഏറ്റവും കണ്ടോ ഇത് നല്ല വെള്ളം വന്നു. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. ഇതിങ്ങനെ അമർത്തുക. ഉണ്ടോ പൊട്ടിയുണ്ടോ? ഇത് അടർത്തി എടുക്കുക. റെഡ് ലേഡി പപ്പായ അടുത്ത വേറെ ഉണ്ടല്ലേ? നമ്മളെ ആപ്പിള് കഴിക്കുന്ന അതേ ഇത് കിട്ടും, നമുക്ക് ആരോഗ്യം കിട്ടും. ഓമയ്ക്ക കഴിച്ചു കഴിഞ്ഞാല്. അപ്പൊ അതിന്റെ നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 മാസം കഴിയുമ്പോൾ നമുക്ക് ആവറിക്കാം. നിലവിൽ ഇത് എത്ര വർഷം ഇത് നട്ടിട്ട്? ഈ മാങ്കോസ്റ്റിൻ ഒരു 10 വർഷം 8-9 വർഷമായി. എത്ര ഉണ്ടല്ലേ? എത്ര വർഷം കായ്ച്ചു തുടങ്ങി? ഇതിപ്പോ നമ്മൾ വെച്ചിട്ട് 12 വർഷം എടുത്താൽ 8-ാം വർഷം തൊട്ടാ കായ്ക്കാൻ തുടങ്ങി. പക്ഷെ ഇത്രയേ ഉള്ളില്ലേ മരം? മരം ഇത്രയേ ഉള്ളൂ. പക്ഷെ ചോല വേണം, ഇതിന് വെള്ളം വേണം, ഈർപ്പം വേണം. അവിടെ പിടിക്കൂലേ? ഇത് പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പഴമാണ്. ലേഡി ഉണ്ടല്ലോ. അച്ചവിടെ പിന്നെയും പറിച്ചോണ്ടിരിക്കുവല്ലേ? കൊറേ ആയില്ലേ അത് പഴുത്തിയാ നല്ലത്. പോട്ടെ പഴങ്ങളുടെ രാജ്ഞി. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ലേ? നമ്മൾ രുചി കൊണ്ടല്ല, ഈ തൊപ്പി ഉണ്ടായിട്ടുണ്ടല്ലേ? ആ തൊപ്പി ഒന്ന് കാണിച്ച വിനീഷേ. അതാണ്. പക്ഷെ ഒരു ദിവസം സമയം പോകുന്ന അറിയത്തില്ലല്ലോ ഇവിടെ വന്നാ. നിക്കുന്നു അങ്കിളെ. ഇത് ദേണ്ട ഇവിടെ കൊണ്ടുവരുമോ? മംഗള എന്ന് പറഞ്ഞ ഇനം കമുക. ഇത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 3-ാം വർഷം തൊട്ട് കായ്ക്കാം. ഇതില്ലേ മംഗള പൊക്കം കുറവാണ്. പൊക്കം കുറഞ്ഞത് ഹൈറ്റ് കുറച്ചുകൂടെ പൊക്കം വെക്കും. പക്ഷെ നമുക്ക് 3-ാം വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങൂല്ലേ? എത്ര വർഷം വെച്ചിട്ട്? ഇതിപ്പോ 4-5 വർഷമായി. 5 വർഷമായി. ഓക്കെ. അടയ്ക്കാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ വെള്ളം ഈ വയലുള്ളടത്ത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണക്ക സമയത്താകുമ്പോൾ ഇത് ഉണങ്ങിപ്പോകും. വെള്ളം വേണം. ഉണക്ക സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ അടയ്ക്ക, മാങ്കോസ്റ്റിന്, ജാതി, ഈ 3 സാധനവും ഉണങ്ങിപ്പോകും. ഉണക്കാലത്ത് വെള്ളം നനവ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. നമുക്ക് അന്നേരം മണ്ണ് ഇത്രയും മണ്ണ് അത് മണല് അത് മേളിലൊരു പാറമട ഉണ്ടായിരുന്നു അവിടെ. ആ പാറമടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വന്നപ്പോ ഇങ്ങനെ മണലെല്ലാം ഇവിടെ വന്ന് അടിക്കുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാമോ? പിന്നെന്താ, ഏറ്റവും പ്യൂർ ആയിട്ടുള്ള മണലാണ്. സ്വർണ്ണത്തിന്റെ കളർ കണ്ടില്ലേ മണലിന്? ലോണിനിപ്പോ എന്ത് വിലയാ മണ്ണ്? ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ സാധാ പാറപ്പൊടിക്ക് തന്നെ 80 രൂപ വില. ഇപ്പൊ മണലിന്റെ വില നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെ അതിനകത്ത് ഈ മേളിൽ നിന്നുള്ള ഒരു ഉറവ ശാല, അത് അതിനകത്ത് വന്ന് മണൽ ഇങ്ങനെ അടി മണൽ കഴിയുമ്പോൾ നമുക്ക് കോരി ഇങ്ങനെ എടുക്കാം. ഓക്കെ. ഇവിടുത്തെ മീനിന്റെ വെള്ളം ലൈവായില്ലേ? ഇങ്ങനെ തൊലി തിന്നും, അണ്ണാൻ പിന്നും. നല്ല വെള്ളമല്ലേ ഇത്? നല്ല വെള്ളം, ഒഴുക്ക് വെള്ളമല്ലേ? കലക്കി വിട്ടോ? പാറ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ സ്ഥലത്തിന് നീർക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് 2 മലയാ. 2 മലയുടെ ഇടുക്കിന്ന് പാറ ഉറവയുണ്ട്. ഉറവയെന്ന് വരുന്ന വെള്ളമാണ് ഈ ചാല് വരുന്ന വെള്ളമാണ്. ഓക്കെ. അതാണ് ഈ മീൻകുളത്തിൽ ഇത്രയും വെള്ളം കിടക്കുന്നത്. ആ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി ബൈപ്പാസ് ചെയ്ത് എപ്പോഴും പൊക്കോണ്ടിരിക്കും. വിനിഷം പോരെ?
പഴുത്തിയാണോ? ഇല്ല ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോഴത്തെ പഴുക്കും. റെഡ് ബ്ലാക്ക് ആയിട്ട് തിന്നാവുള്ളൂ. പോട്ടെ കൈ നിറച്ചായല്ലേ. അവന്റെ കയ്യിലും ഉണ്ട്. പറിച്ചോ? ഉപ്പി കണ്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പം അത് പന്നിക്കുള്ള ഞങ്ങൾ ആദ്യത്തെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാ. ആദ്യം കുറച്ച് ദിവസമൊക്കെ പന്നി വരായിരുന്നു. 2 ബിയർ ഉപ്പ് കെട്ടിയിട്ട് അതിന്റെ നടുക്കൊരു കുഞ്ഞ് ഉപ്പിടുക. അപ്പൊ കാറ്റടിക്കുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാടും. പിന്നെ അല്ല പന്നി പേടിച്ചു പോകുന്ന 2 ദിവസം പേടിയുണ്ട്. പിന്നെ 3-ാം ദിവസം ഇതിന്റെ കീഴെ കൂടെ അല്ലേ പോകുന്നത്. ഈ കുളമൊക്കെ അച്ഛൻ തന്നെ ഒഴിച്ചല്ലേ? പണിക്കാരും കൂടെ നിർത്തി, ഞാനും പണിക്കാരും കൂടെ അടുത്തൊക്കെ പ്ലാവുകൾ ഒത്തിരി പ്ലാവുകൾ വെച്ചിട്ടുണ്ടോ? അവിടെ എല്ലാം പ്ലാവ് ഇല്ലാത്ത കറയില്ലാത്ത പാലത്തെ ജയത്തിരി നമുക്ക് അതേ എടുക്കാം. അതിനകത്ത് കറക്റ്റ് വീഡിയോ കിട്ടും. അത് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇത് ടാക്സിയാണ് നിൽക്കേ. ഇതിന്റെ അവിടെ നിന്ന് എടുക്കാം. അപ്പം പെട്ടെന്ന് ഇതാണ് റെഡ് ലേഡി പപ്പായ. ഇങ്ങനെ കൊല പോലെ നമുക്ക് താഴെ നിന്ന് മുന്തിരിക്കൊല പോലെ പറിച്ചെടുക്കാം. ഒരുപാടുണ്ടല്ലേ? ഇതിങ്ങനെ വെളിയിൽ നിന്ന് പഴുത്ത് അകത്തോട്ടാ പോകുന്നത്. ഇത് മറ്റേ പപ്പായ പോലെ പിന്നെ അളിഞ്ഞു പോകത്തില്ല. നല്ല കട്ടിയാണ്. അകത്ത് റെഡ് കളറായിരിക്കും. നല്ല കട്ടിയായിട്ട് നമുക്ക് എടുക്കാം. നല്ല സ്വീറ്റ് ആയിരിക്കും. നല്ല മധുരം. ഭയങ്കര മധുരം. ഓണക്കാലത്താണെങ്കിൽ നല്ല മധുരം വരും. മുട്ടപ്പഴം എന്ന് പറയുന്നില്ലടി. മുട്ടപ്പഴം നീ കേട്ടിട്ടുണ്ടോ? ഇത് പഴുത്ത് വീഴുന്ന നമുക്ക് തിന്നാൻ പറ്റത്തില്ല. ഇത് പഴുത്ത് വീഴുന്നത് കണ്ടോ? ഇത് ചിലപ്പോൾ 5-6 ദിവസം ഇരിക്കണം പഴുക്കണമെങ്കിൽ. ഇതിങ്ങനെ വീണം നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റും. ആ മുട്ടപ്പഴം ഉണ്ടെങ്കിൽ വിളഞ്ഞത് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല. വിളഞ്ഞത് ഏതാന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്കേ ഇഷ്ടപ്പെടും. കവർ ചാക്കോട്ട് വരണ്ടായിരുന്നില്ലേ? പക്ഷെ നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റത്തില്ല നോനി. അതുകൊണ്ടൊരു കാ പിടിച്ച് കിടക്കുന്നുണ്ട് അതിനകത്ത്. അത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന. അതിന്റെ ഒരു കാ പറിച്ചിട്ട് നമ്മൾ പച്ച തേനകത്തിടുക. പച്ച വസ്തുക്കളെ ആഗിരണം ചെയ്ത് 30 ദിവസം കഴിയുമ്പോൾ അത് ഇല്ലാതാക്കും. ആ കാ ഇല്ലാതായി പോകും. തേനകത്ത് കിട്ടും. എന്നിട്ട് ആ തേൻ ദിവസം 1 സ്പൂൺ വെച്ച് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഓക്കെ. ഞാൻ പലയിടത്തും നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് ആർക്കും ഉപയോഗമില്ല. തേനിന്റെ അകത്ത് ഉപയോഗിക്കണം. തേനിന്റെ അകത്ത് ഇത് അരിഞ്ഞിട്ടിട്ട് 30 ദിവസം കഴിയുമ്പോൾ ഊറ്റിയെടുക്കണം. ഭയങ്കര സ്മെല്ലാണോ? വേണ്ട വെറുതെ വേണ്ട, പറഞ്ഞ ശരിയാണോ നോക്കാം. വേണ്ട വെറുതെ ഞാൻ പരീക്ഷിക്കുന്നില്ല. അതുപോലെയുള്ള ദുരിയാൻ എന്ന് പറഞ്ഞ അത് 2 മൂക്കിയിലും പഞ്ഞി വെച്ചിട്ട് വേണം ദുരിയാൻ തിന്നാൻ. അത്രയ്ക്ക് സ്മെല്ല. പക്ഷെ ഭയങ്കര ഗുണമുള്ള സംഭവം സാധനമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ അല്ല. ഇങ്ങനെ ഈ വഴി ഇങ്ങനെ അതില്. ബിനീഷ അന്നേരം സന്തോഷമായില്ലേ? വെറുതെ ആയില്ലല്ലോ വന്നിട്ട്. പശുക്കിടാവിനെ കണ്ടു. എന്നിട്ട് കൈന്ന് കാണിച്ചേ. അവന്റെ കയ്യിൽ കുറെ കൊടുത്തിട്ടുണ്ട്. അവന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതെ, എല്ലാവരുടെയും കയ്യിൽ ഓരോ സാധനങ്ങളുണ്ട്. ഇത് മാർക്കറ്റിൽ എത്ര പൈസ കൊടുക്കും? ഏതാ ഇത്? ഡ്രാഗൺ ഫ്രൂട്ടോ? അല്ല ഇത് മുട്ടപ്പഴം. അതൊന്നും കൊടുക്കത്തില്ല. ഇല്ല. ഏതാ? മുട്ടപ്പഴം, ലവലോലിക്ക ഒന്നും വേണ്ട. മുട്ടയ്ക്കൊന്നും വേണ്ട. അതൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. സപ്പോർട്ടേയും വേണ്ടല്ലേ? സപ്പോർട്ടേയും മേടിക്കാറില്ല. നമുക്ക് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ മാംഗോസ്റ്റിന്, അബിയു ഒക്കെ പുതിയ വെറൈറ്റി. ഇപ്പോഴത്തെ പുതിയ ദേശീയ പഴങ്ങളാണ്. അബിയു ഒരു കരിക്കിന്റെ ടേസ്റ്റ്. അബിയു കഴിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് കഴിക്കുക. മുളക് പൊടി, ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോ അടുത്ത കൊല്ലത്തേക്ക് കായ്ക്കും. ഡ്രാഗനോ? ഡ്രാഗൺ എല്ലാത്തിനും ചോട്ടി അങ്ങനെ ഇട്ടേക്കുവാ. ഓ, ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാത്തിനും ഉണ്ടല്ലേ? എല്ലാ ഇതിനകത്തും ഉണ്ട്. നമ്മുടെ പിന്നെ പറങ്കാവിന്റെ അടിവശത്ത് ഇട്ടിട്ടുണ്ട്. ഓ, ചേട്ടാ നമ്മളെ ഈ സ്ഥലപ്പേരൊന്ന് പറയാവോ? ഇത് നമ്മുടെ പട്ടാഴി, കൊല്ലം. കൊല്ലം. കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ 10 കിലോമീറ്റർ. കൊട്ടാരക്കര ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ. പട്ടാഴി നീർക്കുഴി എന്ന് പറയും. നീർക്കുഴി. അന്നേരം ഞങ്ങൾ അത്യാവശ്യം എല്ലാ സാധനവും കയ്യിലാക്കിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ? അതെ അതെ, നോക്കിയേ
ഒരു വീട്ടിൽ വന്ന് അവിടുത്തെ സകല സാധനങ്ങളും അരിച്ചു പെറുക്കി ഞങ്ങള് പോവാ. പുൽത്തൈലം ഉണ്ടാക്കുന്ന ആ ചെടിയാണ് കേട്ടോ, നല്ല മണം കേട്ടോ, ഭയങ്കര മണം. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത്. ഓക്കെ, വീഡിയോ ആവുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ.